ഗൈസ്, ഇന്നാണ് കോളേജിൽ പോകാൻ ഒരു മൂഡും ഇല്ല. ഇന്ന് വിദ്യാഭ്യാസ ബന്ധമാണ്. പക്ഷേ ഞങ്ങൾക്ക് കോളേജ് വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഒരു മൂഡില്ലാണ്ടായിരുന്നു എണീച്ചത്. ഇവിടെ നല്ല മഴയൊക്കെ പെയ്ത് മഞ്ഞിങ്ങനെ മൂടി കെട്ടിക്കുന്നു. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ വന്നിട്ടോ. അങ്ങനെ പിന്നെ മടി പിടിച്ചിട്ട് കാര്യമില്ല, കോളേജിൽ പോയാലേ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ ഒരുങ്ങാൻ ഞാൻ തുടങ്ങി. ഞാൻ ഇവിടെ വ്ളോഗ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ബാക്കിൽ വന്ന് ഭയങ്കര പോസ് ഇടലൊക്കെയാണ് ഗൈസ്. മടി പിടിച്ചുകൊണ്ട് എല്ലാം സ്ലോ ആയിരുന്നു ഗൈസ്. അങ്ങനെ എപ്പോൾ വിടുമെന്ന് ഞങ്ങളിങ്ങനെ പറയുന്നു. ഫസ്റ്റ് പീരീഡ് ആകുമ്പോഴത്തേക്ക് വിടും, ഉച്ചയ്ക്ക് വിടുമെന്നൊക്കെ പറഞ്ഞ് തർക്കിക്കായിരുന്നു. അങ്ങനെ ടാഗൊക്കെ ഇട്ടു. ഇതാണ് ഗൈസ് എൻ്റെ ഫോട്ടോ ടാഗിലുള്ളത്. 8:30 ഞങ്ങൾക്ക് ശരിക്കും ബസ്. പക്ഷേ 8:30 കഴിഞ്ഞിരിക്കുന്ന ഈ മടി പിടിച്ച് ഒരുങ്ങി വരുമ്പോഴത്തേക്കും ബസ് കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. ഞങ്ങൾ എന്നാലും പോയി അങ്ങോട്ട്. 8:30 കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ബസ്സൊന്നും കണ്ടില്ല. പിന്നെ നടക്കാനും വയ്യ ഈ മഴയത്ത്. അതുകൊണ്ട് നമ്മൾ ഓട്ടോയിലായിരുന്നു കോളേജിലേക്ക് പോയത്. കോളേജിനവിടെ എത്തിയപ്പോഴാണ് GPay ഇല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ GPay ആണ് അധികം ചെയ്യാറ്. ഇയാളെടുത്ത് GPay ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ആകെ പെട്ടിന് എന്ത് ചെയ്യും, എൻ്റെ കയ്യിലാണ് ലിക്വിഡ് ക്യാഷ് ഇല്ല, ഞാൻ എന്താക്കുമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അവൾ കൊടുത്തു പൈസ. ഞങ്ങളതിൻ്റെ മെസ്സിൽ കയറി. ഇന്നത്തെ ഫുഡ് ദോശ, സാമ്പാർ, ചട്നി ആയിരുന്നു. അടിപൊളിയാ ഫുഡൊക്കെ, ഒന്നും പറയാനില്ല. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ കോളേജിലേക്ക് പോവാണ്. ഞങ്ങളെ ബിൽഡിംഗ് ഒന്ന് മാറ്റിയായിരുന്നു. അവിടെ സീനിയേഴ്സിന് എക്സാം നടക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ വേറെ സ്ഥലത്താണ്. അവിടേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് പീരീഡ് കെമിസ്ട്രി മിസ്സൊക്കെ വന്നു. കുറച്ച് കുട്ടികളായിരുന്നു, ബന്ധമായതുകൊണ്ട് ഫസ്റ്റ് പീരീഡ് വീഡിയോ ഒക്കെ ഞങ്ങൾ ചോദിച്ചു. 11 മണിയാകുമ്പോൾ സ്ട്രൈക്കൊക്കെ വന്നപ്പോൾ ഞങ്ങളെ വിട്ടു. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ വിളിച്ച് വെച്ചപ്പോൾ പറഞ്ഞ് ബസ്സില്ല, നടന്ന് വരണം പറഞ്ഞ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ഞാൻ കൊണ്ടാക്കി തരാമെന്ന്. അങ്ങനെ അവൻ്റെ കൂടെയാണ് ഞാൻ വരുന്നത്. ഇവ മാത്രമല്ല വേറൊരു ചങ്ങായി കൂടി ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടിയാണ് എന്നെ ഹോസ്റ്റലിലാക്കി തന്നത്. ഹോസ്റ്റലിലെത്തിയപ്പോൾ വാർഡൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്ട്രൈക്കാണ്, എല്ലാവരും വിട്ടിട്ടുണ്ട്, വരുന്നുണ്ട് കുട്ടികളെന്നൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ പേരും സൈനൊക്കെ എഴുതി ഞാൻ അങ്ങനെ എൻ്റെ റൂമിലെത്തി ഗൈസ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.